ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം കൂട്ടുകാരി. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, നിങ്ങൾക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? അവരോട് സംസാരിക്കുമ്പോൾ സങ്കോചം അനുഭവപ്പെടാറുണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ? ഇതിനെക്കുറിച്ച് ഞാൻ അത് മാറാൻ എന്തൊക്കെ പോകാൻ വഴിയുണ്ടെന്നാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കോൺഫിഡന്റ് ആയിരിക്കുമ്പോൾ, നമ്മുടെ ആത്മവിശ്വാസം കൂടിയിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരോട് സംസാരിക്കാനും അവരോട് ഇടപഴകാനും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. അങ്ങനെയല്ലേ, നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് ധരിച്ച് നിങ്ങൾ നന്നായിട്ട് മുടിയൊക്കെ ചീകി നന്നായി ഒരുങ്ങി പോകുന്ന സമയത്ത് നല്ല കമ്മല് അല്ലെങ്കിൽ നല്ല മേക്കപ്പ്, നല്ല അപ്പിയറൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് എന്താണെങ്കിലും വരും. അങ്ങനെ നിങ്ങൾ പോകുന്ന സമയത്ത് മറ്റുള്ളവരെ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു ഗുഡ് മോർണിംഗ് അങ്ങോട്ട് പറയും. അപ്പൊ അവരെന്ത് ചെയ്യും? നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇന്ന് നല്ല ഡ്രസ്സാണ്, നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, ഇന്ന് നല്ല കളറാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടും നിങ്ങൾ എല്ലാവരോടും വീണ്ടും. ചില സമയത്ത് നമ്മുടെ വാർഡ്രോബിൽ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇണങ്ങുന്ന ഒരു ഡ്രസ്സും അതിലുണ്ടായിരിക്കും. ചില ഡ്രസ്സ് നമുക്കും ഇഷ്ടമില്ല, അത് ഇട്ടുകൊണ്ട് ചെല്ലുമ്പോൾ ചിലർ പറഞ്ഞു കാണും, ഇന്ന് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരുന്നേ ഇല്ലെന്ന്. ആ ഡ്രസ്സിനെ നമ്മൾ ലൈഫ് ലോങ് വെറുക്കും. നമുക്ക് ആ ഡ്രസ്സ് ഇടുമ്പം ഒട്ടും കോൺഫിഡൻസ് ഇല്ലെന്ന് നമ്മളങ്ങ് വിചാരിക്കും. ശരിക്കും പറഞ്ഞാല് അപ്പൊ നമുക്ക് നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നും. ചിലപ്പോൾ ഈ ഡ്രസ്സ് നമുക്ക് നല്ല ഡ്രസ്സ് ആണെങ്കിലും ചിലർ എത്ര വേണേലും പോസിറ്റീവ് അഭിപ്രായം പറയത്തില്ല. അവർക്ക് നമ്മളെ കാണുമ്പോൾ പറയും, എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞേ അവർക്ക് തൃപ്തിയാവുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ ഡ്രസ്സ് ഒട്ടും കൊള്ളില്ലെന്നോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് മറ്റേ ഡ്രസ്സിന്റെ അത്ര നന്നായില്ലെന്നോ, അല്ലെങ്കിൽ ഇന്ന് കുളിച്ചില്ലേ, അല്ലെങ്കിൽ തലമുടിയിൽ ഇച്ചിരി എണ്ണ കൂടുതലാ, അല്ലെങ്കിൽ എന്തോ വണ്ണത്തിന് ഇത് ചേരുന്നില്ല, കുറച്ചുകൂടി വേറൊരു കളറായിരുന്നു ചേർന്നേനെ, ഇതല്ലാതെ അവരുടെ വായിന്ന് ഒരിക്കലും ഒരു പോസിറ്റീവ് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സിനെ ഒരിക്കലും ഇടാതെ മാറ്റി വെക്കാനോ അതൊന്നും നോക്കണ്ട. കാരണം നമ്മൾ ആ ഡ്രസ്സിനെ വെറുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ അഭിപ്രായം അല്ലായിരിക്കുമല്ലോ മറ്റൊരു വ്യക്തിക്ക്. ഓരോരുത്തർക്കും ഓരോ കളർ സെൻസ് ഇഷ്ടങ്ങളുമാണ്. അത് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഡ്രസ്സിനെയും നമ്മുടെ അപ്പിയറൻസിനെയും വില കുറച്ച് കാണണ്ട. പിന്നെ ഈ ഡ്രസ്സ് പിന്നെ എപ്പോ ഇട്ടാലും നിങ്ങൾക്കൊരു നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ട് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഒരിക്കലും പോകാറില്ല. നിങ്ങൾക്ക് ഭയങ്കര സങ്കോചം അനുഭവപ്പെടാറുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്ന് ചോദിച്ചാല്, ഒന്ന്, ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ചിലത് നമ്മൾ എത്ര മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കുറച്ച് നിറം മങ്ങിയ ഡ്രസ്സുകളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സും ഇപ്പൊ എന്നും പുതിയതുപോലെ ഇരിക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു ഫോൾട്ട് തോന്നുന്ന ഡ്രസ്സുകളൊക്കെയാണ് നിങ്ങൾ ധരിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ, ജോലിക്കോ എവിടെയോ പൊക്കോട്ടെ, നല്ല ഡ്രസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആ ഡ്രസ്സിനും ഉണ്ടാവില്ല. പക്ഷെ സാഹചര്യം കാരണം എന്നും നമുക്ക് ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് തോന്നാത്ത അവസരങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോട് അധികം എന്ത് ചെയ്യാൻ പോകാതിരിക്കുക. ഇങ്ങനെ ചെന്ന് നെഗറ്റീവ് കമന്റ് മേടിക്കാതെ അതൊന്ന് ഒഴിഞ്ഞു നിൽക്കുക. അതൊരു ഫസ്റ്റ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തിനേയും ഓവർകം ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? ഇവരൊരു കമന്റ് പറയുമ്പോൾ ഒന്നുകിൽ അതിനെ ചിരിച്ചു തള്ളാം, ആ കുഴപ്പമില്ല, അങ്ങനെ പോസിറ്റീവ് സെൻസിലെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ ഒരു ചിരി കൊണ്ട് നേരിട്ടാൽ അവരും വിചാരിക്കും, ഞാൻ പറഞ്ഞിട്ട് അവളത് നമുക്ക് ഫീൽ ചെയ്തില്ലല്ലോ എന്ന രീതിയിലായപ്പോ രണ്ടാമത് നമുക്ക് അതെങ്ങനെ ഓവർകം ചെയ്യാം? നമ്മൾ അങ്ങോട്ട് കയറി അവരിത് പറയുമെന്ന് നമുക്ക് അറിയുന്നതിന് മുന്നേ അവർക്കൊരു കോംപ്ലിമെന്റ് പറയുകയോ, ആ ചേച്ചി ഇന്ന് നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്നോ, അവരുടെ ഒരു പോസിറ്റീവ് അങ്ങ് പറഞ്ഞേക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവർ നമ്മളുടെ നെഗറ്റീവിലേക്ക് ശ്രദ്ധിക്കില്ല. കാരണം അപ്രീസിയേഷൻ ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? അപ്പൊ ചിലരുണ്ട്, എപ്പോ കണ്ടാലും ഇങ്ങനെ കമന്റ് പറയുന്ന വ്യക്തിയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു പോസിറ്റീവോ നെഗറ്റീവ് നമ്മൾ കൂടുതലും പറയാൻ പോകണ്ട. അപ്പൊ ഒരു പോസിറ്റീവ് കമന്റ് അങ്ങ് പറഞ്ഞേക്കാം, കൊള്ളെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ അവര് നമ്മളെ കുറിച്ചൊന്നും പറയാൻ വരില്ല. പിന്നെ നമുക്ക് സംസാരിക്കുന്ന കാര്യം. ഞാൻ ഈ പറഞ്ഞ കോൺഫിഡൻസ് ഉള്ള സമയത്ത് നമുക്ക് എല്ലാ കാര്യത്തിലും പറയാൻ ഒരു ധൈര്യം ഉണ്ടായിരിക്കും. കോൺഫിഡൻസ് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ മൊഴിമുത്തുകളൊക്കെ ഒരുപാട് വരും. എല്ലാവരോടും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അതിപ്പോ ഒരു പ്രോജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെമിനാർ ആയിക്കോട്ടെ, നിങ്ങളൊരു ക്ലാസ് എടുക്കുന്ന ആയിക്കോട്ടെ, എന്തിനാണേലും നമ്മൾക്കൊരു കോൺഫിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ എത്ര നിങ്ങൾ പ്രിപ്പയർ ആയിരുന്നില്ലേ പോലും നിങ്ങൾക്ക് ഒരുപാട് കാര്യം കിട്ടും. ഇനി നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കുറഞ്ഞിരിക്കുകയാണ് ഒരു സൈഡിലെങ്കിൽ, നിങ്ങളുടെ
കോൺഫിഡൻസ് ഇല്ലാന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്യാതിരിക്കാന്നേ ഞാൻ പറയുള്ളൂ. അതിനൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ PG കാലഘട്ടം ഓർക്കും. ആ സമയത്ത് നമ്മൾ എല്ലാവരും അന്ന് മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് വെച്ചിട്ടാണ്, ഇതുപോലെ ഒരു പ്രസന്റേഷനാണ്, നമ്മൾ ലാസ്റ്റ് നമ്മുടെ പ്രൊജക്ട് പ്രസന്റേഷനാണ്. ആ പ്രസന്റേഷന് സമയത്ത് സാധാരണ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷെ അന്നത്തെ ദിവസം എല്ലാവരും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു നിങ്ങൾ മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് വരണം, അങ്ങനെ വരണം. അപ്പൊ മുടിയൊക്കെ പുട്ടപ്പ് ചെയ്യുമ്പോൾ എന്താണ്, എല്ലാവരും മുഖമൊക്കെ കുളിക്കാതൊക്കെ ഒരു ഭംഗിയൊന്നുമില്ല, മുടിയൊക്കെ വലിച്ചു വാരി കെട്ടി വെച്ച് ഒരു പുട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ആ ഒരു ഷേപ്പ് ഒക്കെ മാറി എല്ലാവരും അങ്ങനെ. അപ്പൊ എല്ലാവരും അങ്ങനെയാ വന്നിരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഭംഗി കുറവുള്ളതുപോലെ തോന്നും. പക്ഷേ അതേ സമയം ആ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രം കുറച്ച് മുടി ഉള്ളെങ്കിൽ അത് അഴിച്ചിട്ട് വൃത്തിയായിട്ട് ക്ലിപ്പ് ചെയ്ത് നല്ലതായിട്ട് ഒരു സിമ്പിളായിട്ട് ഒരുങ്ങിയാണ് ആ കുട്ടി വന്നത്. ബാക്കി എല്ലാവരും പേടിച്ച് പൊട്ട് പോലും തൊടാതാ വന്നേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും പേടി, കണ്ണെഴുതിയ എക്സാമിനർ എന്ത് വിചാരിക്കും, പൊട്ട് തൊട്ടാൽ എന്ത് വിചാരിക്കും, ഇങ്ങനെ എല്ലാം വിചാരിച്ച് കണ്ട ഉറക്കം അളച്ച്, അല്ലെ തന്നെ നമ്മൾ ഉറങ്ങാതിരുന്ന് പ്രിപ്പയർ ചെയ്താ വരുന്നത്. അപ്പൊ തന്നെ മുഖമെല്ലാം ഒരു കോലത്തിലായിരിക്കും. അപ്പൊ ഒട്ടും നമ്മളെ കണ്ടാൽ തന്നെ ഒരു പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പം ആ കുട്ടി മാത്രം നന്നായിട്ട് സിമ്പിൾ മേക്കപ്പ് ആണെങ്കിലും മുടിയൊക്കെ നല്ല വൃത്തിക്ക് ചീകി ഒതുക്കി വെച്ച് വൃത്തിയായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്താ മുടിയൊന്നും പുട്ടപ്പ് ചെയ്യാത്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത്, അല്ലാത്ത സമയത്ത് എനിക്കൊന്നും പറ്റത്തില്ല. എനിക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ പറ്റും, എനിക്ക് ഭയങ്കര ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആണ്, അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കോചമാണ്, ഞാൻ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അന്ന് പുള്ളിക്കാരിയുടെ പ്രസന്റേഷൻ വളരെ നന്നായിട്ട് ചെയ്തു. ബാക്കി എല്ലാവരും ഓവറോൾ ചെയ്തെങ്കിലും പുള്ളിക്കാരിയുടെ പ്രസന്റേഷൻ വളരെ നല്ലതായിരുന്നു. ഞാൻ അവളെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഓർത്ത് ശരിയാണ്, അങ്ങനെ നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ ഒരുങ്ങേണ്ട സാഹചര്യത്തിൽ ഒരുങ്ങാതിരിക്കുക. ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാന്നല്ല, ഒരു സിമ്പിൾ ലൈറ്റ് മേക്കപ്പ് നമുക്ക് എപ്പോഴും ആകാം. അത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ചിലപ്പോൾ ചിലർക്ക് ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും, ആ ലിപ്സ്റ്റിക് അവരുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടുമായിരിക്കും. അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഫേസ് പൗഡർ ഇടുന്നതോ, അല്ലെങ്കിൽ നന്നായിട്ട് മുടി ഒന്ന് ചീകി വെക്കുന്നതോ, അതൊക്കെ ആ സമയത്ത് മുടി അലങ്കോലപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ചിലർക്കൊരു കോൺഫിഡൻസ്, ചില ബോയ്സ് ഒക്കെ അങ്ങനെയാണ്, മുടി എപ്പോഴും ഇങ്ങനെ ചലന്ന് കിടന്ന് അവർക്ക് ചീകി ഒതുക്കി വെക്കണം. അത് ചെയ്തോട്ടെ, അത് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ കോൺഫിഡൻസിന് നിങ്ങളത് ചീകി വെക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങളുടെ കോൺഫിഡൻസിന്റെ ഒരു ഘടകം നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടുന്നത് എന്താണോ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.